പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാവുന്ന ദഅവത്ത് ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹു ബിഅ്സത്ത് ചെയ്തവരാണ്. അങ്ങനെ വിശ്വസിക്കപ്പെടേണ്ടതായ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിട്ട് തന്നെയാണ് സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ ദഅവത്ത് ചെയ്തത്. അതൊക്കെ ഈ വിശുദ്ധമായ ദീനിനെ തന്നെയാണ്. അതുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഉലാഹിക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദ. ആ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സ്പർശിച്ചുകൊണ്ട് അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശേഷം ഉലാഹിക്കല്ലദീന ഹദല്ലാഹ്. ആ അമ്പിയാക്കന്മാർ മുഴുവനും അവരൊക്കെ വിശുദ്ധമായ ഈ ദീനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി. അവരൊക്കെ ഹിദായത്തിലേക്ക് ചെന്നെത്തിയതായ മഹത്തുക്കളാണ്. ഫബിഹുദാഹു മുഖ്തദിഹി, നബിയെ തങ്ങളും പിൻപറ്റുന്നത് അവർക്കുള്ളതായ ആ ഹുദനോട് തന്നെയാണ്. ഇതിന്റെ അർത്ഥം എന്താ? മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ ദഅവത്ത് ചെയ്ത ആ വിശുദ്ധമായ ദീനിനെ തന്നെയാണ് നബിയെ തങ്ങളും ദഅവത്ത് ചെയ്യണത്. അപ്പൊ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ദഅവത്ത് ചെയ്തതായ ആ വിശുദ്ധമായ ദീൻ, അത് ഓരോ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാർ ചിലപ്പോൾ പ്രാദേശികമായി നിയോഗിക്കപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരിക്കും. അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആവശ്യമാവുന്ന ആ കാലഘട്ടത്തിലുള്ളതായ അവരുടെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിട്ടായിരുന്നു ഓരോ അമ്പിയാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിഅ്സത്ത് ചെയ്തത്. അങ്ങനെ അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ളതായ സർവ്വ ഉമ്മത്തിനും പ്രായോഗികമായ നിലക്കുള്ളതായ ഒരു വിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചത്. കാരണം സാധാരണ അമ്പിയാക്കന്മാരെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മറ്റുള്ള അമ്പിയാക്കന്മാരിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിൽ ചെന്ന് അള്ളാഹുവിൻ്റെ ഭരണവ്യവസ്ഥയെ നേർക്ക് നേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് അമ്പിയാക്കന്മാർ ഇവിടെ കഴിഞ്ഞുപോയി. പക്ഷേ പലരും ആ അള്ളാഹുവിൻ്റെ ഭരണവ്യവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഭരണ കൊട്ടാരത്തിൽ ചെന്നും കൊണ്ടിട്ട് ആ ഭരണത്തിൻ്റെ വ്യവസ്ഥിതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായ നിലക്ക് ഓരോന്ന് കാണിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ചു. അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. വിശുദ്ധമാവുന്ന ഈ ദീനിനെ പരിപൂർണമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചു. ഇനി ആ ദീനിൽ ഏതെങ്കിലും നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളോ അതിന് ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ഒന്നിനെ ചുരുക്കാനോ പാടില്ലാത്ത നിലക്ക് വളരെ വ്യക്തമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധമാവുന്ന ദീനിന്റെ ആ അടിസ്ഥാനപരമായ ആ വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും ആചാരങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചു. ആ അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലശേഷം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, അത് അള്ളാഹിന്റെ റസൂൽ വഫാത്തിന്റെ മുമ്പ് തന്നെ അത് വളരെ വ്യക്തമായ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനും ഈ ഉമ്മത്തിനൊക്കെ പഠിപ്പിച്ചു. വിശുദ്ധമായ ദീനിനെ വിശുദ്ധ ഖുർആൻ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് മാത്രമല്ല, ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശേഷം മഹാന്മാരാവുന്നതായ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കണം. ആ സഹാബത്ത് അവരെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഹിതദൈതും. അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരെ നിങ്ങൾ പിൻപറ്റിയാൽ, ആരോട് പിൻപറ്റിയാലും നിങ്ങൾ ശരിയാവുന്നതായ, കാരണം എന്ന ശരീഅത്തിന്റെ ആ വ്യാഖ്യാനങ്ങളാണ് അവർ ചെയ്യണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം നടത്തി. ആ വ്യാഖ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള തിരുസുന്നത്ത്. നബി ഒരുപാട് മുജ്തഹിദീനെ ആരിൽ നിന്ന് മനസ്സിലാക്കണം,
ആ മനസ്സിലാക്കലിനിക്ക് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെതായ ഒരു തത്വം നബി പ്രഖ്യാപിച്ചു. എന്താ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ ഈ നൂറ്റാണ്ട് ഉത്തമമായ നൂറ്റാണ്ടാണ്, അതിനോട് അടുത്ത നൂറ്റാണ്ടും ഉത്തമമായ നൂറ്റാണ്ടാണ്, അതിനോട് അടുത്ത നൂറ്റാണ്ടും ഉത്തമമായ നൂറ്റാണ്ട്. എന്തിനാണ് ഈ 3 നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറഞ്ഞത്? ദീനിനെ മനസ്സിലാക്കേണ്ടത് ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്ന സഹാബത്ത്, താബിഈങ്ങൾ, അതിന് ശേഷം വന്നതായ മഹാന്മാരാവുന്ന മശായിഖ്, അയിമ്മത്ത്, അവരാണ് ഈ ദീനിനെ വ്യാഖ്യാനിക്കേണ്ടത്. അവരെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണ് വിശുദ്ധമായ ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിലാണ് മഹാന്മാരാവുന്ന അയിമ്മത്തുൽ അർബഅത്ത് ജീവിച്ചത്. അപ്പൊ അവർക്കുള്ളതായ വ്യാഖ്യാനങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി തന്നതായ ദീനിന്റെ ബയാനാണ് മഹാന്മാരാവുന്നതായ ഈ 3 നൂറ്റാണ്ടിലുള്ളതായ മഹത്തുക്കൾ ഇവിടെ വിവരിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൊക്കെ ആ മുഅ്മിനീങ്ങൾക്കുള്ള വഴി അല്ലാത്ത വഴിയിലേക്ക് പിൻപറ്റിപ്പോയാൽ ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്നതായ മുഅ്മിനീങ്ങൾ, അവരെ വഴിയാണ് വിശുദ്ധമാവുന്ന ദീനിന്റെ വഴി. ആ വഴി അല്ലാത്ത വഴിയിലേക്ക് പിൻപറ്റിപ്പോയാൽ അവന്റെ പോക്ക് നരകത്തിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കാൻ കാരണം അത് തന്നെയാണ്. മഹാന്മാരാവുന്ന അയിമ്മത്ത് അവര് വിശുദ്ധമാവുന്നതായ ഖുർആന്റെ ആയാത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവര് രേഖപ്പെടുത്തിയത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് രണ്ടാമത് പറയാനുള്ള കാരണം എന്താ? അലാ അന്ന തരീഖൽ മുസ്ലിമീൻ, ആ മുസ്ലിമീങ്ങൾക്കുള്ള വഴി. ഏതാ മുസ്ലിമീങ്ങൾ? ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്ന മുസ്ലിമീങ്ങൾക്കുള്ള വഴി. ഹുവൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ വഴി. അപ്പൊ ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത്, മശായിഖ്, ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളായ മുഅ്മിനീങ്ങൾ, അവർക്കുള്ളതായ വഴിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അത് ശരിയായ വഴിയാണ്, വിശുദ്ധമാവുന്ന ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടതായ വഴിയാണ്. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്ന അയിമ്മത്തിനെ കൊണ്ടിന്റെ വഴിനെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ആ അയിമ്മത്തിന്റെ അഖ്വാലുകളെയാണ് പിന്നീട് വന്നതായ മഹാന്മാരാവുന്ന അവരെ ശിഷ്യന്മാർ ഇവിടെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നത്. അപ്പൊ ഈ ഒരു തത്വം അടിസ്ഥാനപ്പെടുത്തി കൊണ്ടിട്ട് ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങള് അവരെ മദ്ഹബിൽ അടിസ്ഥാനപരമായി മൂപ്പര് രചിച്ച ഗ്രന്ഥാണ് മുവത്ത ഇമാം മാലിക്. അതിൽ പല മസാലകൾക്കും മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ ലക്ഷ്യം പറയുന്നത് എന്താ? ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്നല്ല, ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നല്ല. ആകദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ, മദീനക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടത്, മദീനക്കാർ ഇങ്ങനെയാണ് പറയുന്നത് കണ്ടത് എന്നൊക്കെയാണ്. മദീനക്കാർക്കുള്ള പ്രവൃത്തിയും മദീനക്കാർക്കുള്ളതായ വാക്കുകളുമാണ് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് തങ്ങൾക്ക് ഖുർആൻ മനസ്സിലാകാത്തതുകൊണ്ടാണോ? ഇമാം മാലിക് തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഹദീസ് മനസ്സിലാവാത്തതുകൊണ്ടാണോ? സഹാബത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാവാത്തതുകൊണ്ടാണോ? ആരാ ഇമാം മാലിക് തങ്ങൾ? ലാ യുസ്തഫ്ത അഹദുൻ വ മാലികുൻ ഫിൽ മദീന എന്ന ഇമാം മാലിക് തങ്ങൾ മദീനയിലുണ്ടെങ്കിൽ വേറെ ആളോട് ഫത്വ ചോദിക്കാൻ പാടില്ല. അത്രമാത്രം വലിയ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങൾക്കുള്ളതായ ഉസ്താദാവുന്ന ഇമാം മാലിക് തങ്ങൾ, അങ്ങനത്തെ ഇമാം മാലിക് തങ്ങള് അവരെ മദ്ഹബിൽ അവര് പല മസ്അലകൾക്കും ലക്ഷ്യമായി കൊണ്ട് മൂപ്പര് പറയുന്നത് എന്താ? ആകദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ, മദീനക്കാർ ഇങ്ങനെയാണ് ചെയ്തത്, മദീനക്കാർ അങ്ങനെയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിലുള്ള ആ മദീനക്കാരെന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ ആ നൂറ്റാണ്ടുകാരാണ്. ആ നൂറ്റാണ്ടുകാരുടെ അമലുകൾ അത് വിശുദ്ധമാവുന്ന ദീനിലെ അമലാണ് എന്നാ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവരെ അമൽ നോക്കിക്കൊണ്ടിട്ട് ഇനി അമൽ ചെയ്താൽ മതി, അതിന്റെ അപ്പുറം നീ പോകേണ്ട ആവശ്യമില്ല ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ഒരു അടിസ്ഥാനത്തിൽ
അപ്പൊ മഹാന്മാരാവുന്നതായ സഹാബത്തിന്റെ ശേഷമുള്ളതായ ആ വിശുദ്ധമായ നൂറ്റാണ്ട്, ഖൈറാവുന്ന നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിലുള്ളതായ മഹത്തുക്കളാവുന്നതായ അയിമ്മത്തിന്റെ അവർക്കുള്ളതായ വിശദീകരണം കൂടി, സഹാബത്തിന്റെ വിശദീകരണം, താബിഈങ്ങൾക്കുള്ളതായ വിശദീകരണം, അതിൻ്റെ ശേഷമുള്ളതായ ഉത്തമമാവുന്ന നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നൂറ്റാണ്ടിൽ ജീവിച്ചതാകുന്ന മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖ്, അതാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ആ നല്ല നൂറ്റാണ്ടിലാണ് അവർ ജീവിച്ചത്. ഇവർക്കുള്ളതായ വ്യാഖ്യാനങ്ങളും ഇവർ മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഇവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മനസ്സിലാക്കപ്പെട്ടതായ സർവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇവിടുത്തെ ഈ 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ അവരെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതല്ല. അവർ വിശുദ്ധമാവുന്നതായ ഖുർആനും ഹദീസിലേക്കും നോക്കിക്കൊണ്ടിട്ട് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും ആ ആയത്തിനോട് ബന്ധപ്പെട്ട സർവ്വ അഹ്കാമുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അവരെ മദ്ഹബിനെ അവരെന്തായിട്ടുള്ളത്, അവര് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ 4 മദ്ഹബുകൾ യഥാർത്ഥത്തിൽ വേറെ മദ്ഹബുകളൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലോ, വേറെ മഹാന്മാരാവുന്ന പല അയിമ്മത്തിന്റെയും മദ്ഹബുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ ആ മദ്ഹബിലേക്കൊക്കെ ആവശ്യമില്ലാതെയായി തീർന്നു. അല്ലാതെ ആ മദ്ഹബ് ദുർബലപ്പെട്ടു പോയി എന്നല്ല. ആ മദ്ഹബ് ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആൻ ദുർബലപ്പെട്ടു എന്നാണ്. കാരണം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മദ്ഹബിനെ മനസ്സിലാക്കിയത്, അവര് മസായിലുകൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ മദ്ഹബുകൾ ദുർബലപ്പെട്ടു പോയതല്ല, ആ മദ്ഹബിലേക്ക് ആവശ്യമില്ലാതെയായി തീർന്നു. കാരണം ആ മദ്ഹബുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ ഏറെക്കുറെ ഈ പറയപ്പെട്ടതായ 4 ഇമാമിങ്ങൾ പറഞ്ഞതിനോട് തുല്യത ഉള്ളതോ അതിനോട് സാദൃശ്യമുള്ളതോ അല്ലെങ്കിൽ അതിൽ ഒതുങ്ങുന്നതായിരിക്കും. അപ്പൊ വിശുദ്ധമാവുന്നതായ ഖുർആന്റെ ആ വ്യാഖ്യാനങ്ങൾ ആരിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഇവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം റസൂലുള്ളാഹി പറഞ്ഞു. ഈ മാനദണ്ഡത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ വിശുദ്ധമാവുന്നതായ ആശയം അത് ഇവിടെ പ്രചരിപ്പിക്കപ്പെടണം. ആ ആശയം ഇവിടെ നിലനിൽക്കേണ്ടതായ അതിൻ്റെ ഒരു കാലമുണ്ട്. ആ കാലം വരെ ആ ആശയം ഇവിടെ നിലനിൽക്കണം. ഈ അഖീദ ഇവിടെ നിലനിൽക്കണം, ഈ വിശ്വാസം നിലനിൽക്കണം, ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കണം, ഈ ആചാരങ്ങൾ നിലനിൽക്കണം. ഇതിനു വേണ്ടി ഭൗതികമായ ഒരു താല്പര്യമില്ലാതെ സംഘടിപ്പിക്കപ്പെട്ടതായ സംഘടനയാണ് ഈ വിശുദ്ധമാവുന്ന സംഘടനയാവുന്ന സമസ്ത കേരള ജമിയത്ത്. അതിനെ ചില്ലറക്കാരല്ല ഇതിനവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ തികച്ചും മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആലിമീങ്ങൾ എന്ന് പറയാൻ യഥാർത്ഥ ആലിമിനുണ്ടാവേണ്ട സ്വഭാവം അത് വിലായത്തിന്റെ സ്വഭാവമാണെന്നാണ്. അപ്പൊ ആ വിലായത്തിന്റെ സ്വഭാവമുള്ളതായ യഥാർത്ഥ ആലിമീങ്ങൾ അവരാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചത്. അവരാണ് ഈ സംഘടനയുടെ നേതൃത്വം നൽകിയവരും നമുക്ക് ഈ സംഘടന ഏൽപ്പിച്ചവരും അവരാണ്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹ്, മഹാനാവുന്ന ശൈഖുനാ കണ്യത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹ്, ഇവരൊക്കെയാണ് നമ്മൾക്കിത് ഏൽപ്പിച്ചത്. ഇവരൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാന്മാരായിരുന്നു. പക്ഷേ ഇവര് ഇപ്പൊ ഇവിടെ പറഞ്ഞു നടക്കണ മാതിരിക്ക് പല ആളുകൾക്കും നമ്മളെ ഉണ്ടല്ലോ, എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് ശരിയായാൽ അത് കറാമത്താന്ന് പറഞ്ഞുകൊണ്ടിട്ട് അതിനെ വലിയ ഒച്ചയും വിളിയും ഉണ്ടാക്കി അതിനെ ജനങ്ങളുടെ ഇടയിൽ ഒന്നായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായ ഒരവസ്ഥ. ഈ അവസ്ഥ അവർ ഇഷ്ടപ്പെട്ടില്ല. അവരിൽ അത്ഭുത സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, അത്ഭുത സംഭവം ഉണ്ടായതുകൊണ്ട് ഒരാൾ വലിയാവൂല. അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവലല്ല വിലായത്തിന്റെ മാനദണ്ഡം. അത്ഭുത സംഭവങ്ങൾ ഉണ്ടായാൽ അത് വലിയങ്ങളല്ലാത്തവർക്കും ഉണ്ടാവാം. അമ്പിയാക്കന്മാരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവും, ശൈത്താനെ സേവിച്ചവരിൽ നിന്നുണ്ടാവും. കണ്ട് ഇബ്നു സയ്യാദ് പല അത്ഭുതങ്ങളും കാണിച്ചില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു സയ്യാദിനെ കാണാൻ ചെന്നു. ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ പല അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, കൈഫ യഅ്തീകൽ അംർ, ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് വരണത് എന്ന് ചോദിച്ചു. ഇബ്നു സയ്യാദ് പറഞ്ഞു റസൂലുള്ളാഹിനോട്, യഅ്തീനി സാദിഖൻ വകാദിബൻ, എനിക്ക് ശരിയും വരും തെറ്റും വരും. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഖദ് ഖുല്ലിത അലൈക്കൽ അംർ, നീ ശരിയായ ആളല്ല. യഥാർത്ഥ ഒരു വലിയാണെങ്കിൽ അയാൾക്ക് വരുന്ന വാർത്തകൾ അത് ശരിയായ വാർത്തകൾ മാത്രമേ വരുള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇവിടെ മറഞ്ഞ വാർത്തകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെ അവർ മനസ്സിലാക്കണം?
അത് മനസ്സിലാക്കാനുള്ളതായ ഇലാഹിയായ അതിൻ്റെ മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർ മനസ്സിലാക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ അറിയണവർ അവർ ചില വാർത്തകൾ അവർ മനസ്സിലാക്കണം. അത് അതിൻ്റെതായ ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ട്രെയിന് നെറ്റിലടിച്ചു നോക്കുമ്പോൾ ട്രെയിന് തിരൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എവിടെ എത്തുന്നത്? കോഴിക്കോട് എത്താം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിൻ ഇനിയിപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ തിരൂരിൽ നിന്ന് കണ്ടെത്താൻ 1 മണിക്കൂറാവും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമതൊന്നുകൂടി അടുപ്പിച്ച് നോക്കി. അപ്പോൾ അടുപ്പിച്ച് നോക്കുമ്പോൾ പറഞ്ഞത് അപ്പോഴും തിരൂരിൽ തന്നെ ട്രെയിൻ ഉള്ളത് എന്നാണ്. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നോക്കണതാണ്. അത് തെറ്റുപറ്റും. അതും ഒരു മനസ്സിലാക്കലാണ്. മറഞ്ഞ കാര്യമില്ലേ ട്രെയിൻ എവിടെ എത്തിക്കണം എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് കാണുന്നുണ്ടോ? നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വലിയ എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ വലിയാവൂല. കാരണം അതൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. ആ സാങ്കേതിക വിദ്യ തെറ്റും ചെയ്യുക, ശരിയാവും ചെയ്യുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ടതായ ഒരാൾ പറഞ്ഞു ട്രെയിൻ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടല്ലത്, അത് ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു കൂഫി കൂടി നടന്നു പോകുമ്പോൾ മൂപ്പര് പറഞ്ഞില്ലേ, ആഹുന മഖ്തലു ശുബ്ബാനി മിൻ ആലി മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട പല ചെറുപ്പക്കാർ ഇവിടുന്ന് കൊല ചെയ്യപ്പെടും. വഹുനാക ലറായിഹും, അവർക്കുള്ളതായ മഖ്ബറകൾ അവിടെയായിരിക്കും. എങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി? അലി റളിയല്ലാഹു അൻഹു അതിന്റെ മാധ്യമം ഉപയോഗിച്ച് മൂപ്പര് മനസ്സിലാക്കി. അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് അറിയാന്നല്ല, അറിയിച്ചു കൊടുത്തിട്ട് തന്നെ എല്ലാം അറിയണത്. ഇതിപ്പോ മൈക്കാണെന്ന് ഇപ്പൊ ഞാൻ അറിയണത് അള്ളാഹ് അറിയിച്ചു തന്നിട്ട് തന്നെ. അത് വൈബിയായ അറിവാണെങ്കിലും അല്ലാത്ത അറിവാണെങ്കിലും അള്ളാഹ് അറിയിച്ചു തന്നിട്ടാണ് അറിയണത്. പിന്നെ അലി റളിയല്ലാഹു അൻഹു എങ്ങനെ മനസ്സിലാക്കി? അത് മനസ്സിലാക്കാനുള്ളതായ അതിന്റെ പ്രത്യേകമാവുന്നതായ ഒരു മാധ്യമം അല്ലാഹു സുബ്ഹാനഹു ഇലാഹിയായ മാധ്യമം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈവശത്തുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി അറാക്കും മിൻ വറാഇ ളഹരി, നിങ്ങളെ പിന്നിൽ നിന്ന് എനിക്ക് കാണാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നിൽ വന്നിരുന്നാൽ കാണാന്നല്ല അതിന്റെ അർത്ഥം. ആദിയായ കണ്ണെ കൊണ്ടിട്ട് അല്ലാത്തതെനിക്ക് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാലും നിങ്ങളെ എനിക്ക് കാണാൻ കഴിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ചില ആളുകൾക്ക് റസൂൽ കൊടുത്തു, ചില ആളുകൾക്ക് കൊടുത്തില്ല. കൊടുക്കാത്ത ആളുകൾക്ക് ഒരു വിഷമം കുടുങ്ങി. അവരോട് പറഞ്ഞു, ഞാൻ എന്തേ ഇവർക്ക് കൊടുക്കാൻ കാരണം? ലിമാ അറാഫിയ ഖുലൂബിഹിം മിനൽ ജസാ, ഇവർക്കുള്ള ഹൃദയത്തിൽ ഞാൻ നോക്കി, ഞാൻ ചില വൃത്തികേടുകൾ കണ്ടു. ആ ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോക്കിക്കാണാൻ എങ്ങനെ കഴിഞ്ഞു? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്ന് പറഞ്ഞ് കൽബിലുള്ളവർ നോക്കിക്കാണാനുള്ളതായ അതിന്റെ പ്രത്യേകമാവുന്ന ഇലാഹിയായ അതിന്റെ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളാണ് അവരുപയോഗിക്കുന്നത്. ആ മാധ്യമങ്ങൾ തെറ്റൂല എന്നുള്ള അർത്ഥം. കാലാവസ്ഥ നിരീക്ഷകൻ ഇവിടെ കാലാവസ്ഥനെ പറ്റി പറയും. പക്ഷേ കാലാവസ്ഥനെ പറ്റി പറഞ്ഞാൽ അത് തെറ്റും ചെയ്യാ, ശരിയാവും ചെയ്യാം. റസൂൽ കാലാവസ്ഥനെ പറ്റി പറഞ്ഞില്ലേ, മേഘങ്ങൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മേഘങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ഇത് ശക്തമായ മഴ വർഷിക്കും. ശക്തമായ മഴ വർഷിച്ചില്ലേ? കാറ്റടിക്കുന്നതിന് മുമ്പ് ഇവിടെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ അവർ പറഞ്ഞതുപോലെ കാറ്റടിക്കും ചെയ്യാ, കാറ്റടിക്കാതിരിക്കും ചെയ്യാ. എന്നാ റസൂലുള്ള കാറ്റിനെ പറ്റി പറഞ്ഞല്ലോ. തബൂക്ക് യുദ്ധത്തിൽ റസൂൽ പറഞ്ഞു, തഹുബുല്ലൈലതരിഹുൻ ശദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു. ഒരാൾ വിണിച്ച് പുറത്തു പോവരുത്. ഓരോരുത്തരും ഒട്ടകത്തിനെ ശക്തമായ നൽകി കെട്ടിയിട്ടെ. അങ്ങനെ ഒരാൾ എണിച്ച് പുറത്തു പോയി എന്ന് പറഞ്ഞു. പർവ്വതത്തിന്മേൽ കാറ്റ് കൊണ്ടേയിട്ടു. റസൂല പറഞ്ഞതുപോലെ കാറ്റടിച്ചു. അതെന്താ? ഇലാഹിയായ നൽകി അതിനെ സംബന്ധിച്ചുള്ളതായ ഒരു തീരുമാനം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ളതായ ഒരുപാട് മാധ്യമങ്ങൾ. അത് ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കുക. ആ ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയെ സംബന്ധിച്ചുള്ളതായ രേഖകൾ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖകൾ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയൂല. അത് ഭൂമിശാസ്ത്രം അറിയുന്നവനക്കും കഴിയൂല. അത് ഇലാഹിയായ നിലക്കുള്ള പ്രത്യേകമാവുന്ന അതിന്റെ ആലാത്തുകൾ, അതിന്റെ വാസായിത്തുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ മനസ്സിലാക്കും. അപ്പൊ ആ ഭൂമിയിൽ നടക്കുന്ന മഹാനാവുന്ന CM വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. മുമ്പ് കരിപ്പൂർ വന്നപ്പോൾ അന്നാണ് എയർപോർട്ടൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് ഒരു പാടാൾ ഹജ്ജിന് പോകുന്നു പറഞ്ഞു. ആ മൂപ്പരൊപ്പമുള്ളവരൊക്കെ വിചാരിച്ചത് ഈ കരിപ്പൂർക്കാരൊരു പാടാൾ ഹജ്ജിന് പോകുന്നതാണ്. പിന്നെയാണ് കരിപ്പൂർ എയർപോർട്ട് വന്നത്, കാലിക്കറ്റ് എയർപോർട്ട് വന്നത്. അപ്പൊ ആ ഭൂമിയിലേക്ക് CM വലിയുള്ളാഹി തങ്ങൾ നോക്കിയും ആ ഭൂമിയിൽ ഉണ്ടാവുന്ന പരിവർത്തനങ്ങൾ മൂപ്പർക്ക് മനസ്സിലായി. അത് വളരെ കറക്റ്റായിരിക്കും.
അപ്പൊ ഇവർക്കൊന്നും കറാമത്തുകൾ ഇല്ലാത്തത്, കറാമത്ത് ഉണ്ടാവുക എന്നുള്ളത് അതല്ല ഒരു വലിയനെയും ഒരു അല്ലെങ്കിൽ അല്ല ഒരു വലിയനെ വലിയായും കൊണ്ട് അളക്കേണ്ട മാനദണ്ഡം. അതുകൊണ്ടാണ് ഫൈനൽ കുമ്മല മിനൽ ഔലിയായി യഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ ഐദീഹിം, അവർക്ക് കറാമത്ത് ഉണ്ടാവുന്നത് പേടിയാണ്. കാരണം റുബ്ബമാ തകൂനു ഹാദിഹി ഇസ്തിദ്റാജൻ, ഇത് ചിലപ്പോൾ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണാവാ ആ നിലയ്ക്ക്. അപ്പൊ ഇവർക്കൊക്കെ കറാമത്തുകൾ ഇല്ലാത്തതുകൊണ്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർക്ക് 1000 കറാമത്തുകൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറഞ്ഞെടുക്കണ പണി നമ്മൾക്കില്ല എന്നുള്ള അർത്ഥം. അവർക്ക് കറാമത്തുകളെ കൊണ്ടല്ല, അവർക്കൊക്കെ ഉള്ള ആ ഇസ്തിഖാമത്ത് കൊണ്ടാണ് അവരെ വിലായത്തിനെ നമ്മൾ എന്താക്കേണ്ടത്, അളക്കേണ്ടത്. അവരൊക്കെ വളരെയധികം ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ആ മഹത്താവുന്ന പദവി അവരിലുണ്ടായിരുന്നു. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ല യുതീഖഹാ ഇല്ലൽ അകാബിർ, അത് വലിയവർക്കേ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ ഒരു പ്രത്യേക സർവ്വസമയത്തും അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുക. അങ്ങനെ ജീവിച്ചവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരും ഈ പ്രസ്ഥാനത്തിനെ നമ്മളെ ഏൽപ്പിച്ച മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുൽ ഉലമയാവട്ടെ, ഷെയ്ഖുനാ കണ്ണിയത്ത് ഉസ്താദ് ആവട്ടെ, ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഈ 2 മഹാന്മാർ. ഞാൻ മുമ്പ് മാടന്നൂർ ഉറൂസിന് പോയി. ഉറൂസിന് കഴിഞ്ഞ 2ാം കൊല്ലത്തെ. അപ്പോൾ അവിടുന്ന് ഒരു പ്രായമുള്ള ഒരാളിനോട് പറഞ്ഞു, ശംസുൽ ഉലമയോട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതി പറയാണ്ട്, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളോട് പറയാനാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി, ശംസുൽ ഉലമ വഫാത്തായി പോയല്ലോ, മൂപ്പരോട് ബന്ധപ്പെട്ട വല്ല അത്ഭുതങ്ങളാണ് ഈ മൂപ്പർ ഹയാത്ത് കാലത്ത് പറയുന്നത് മൂപ്പർക്ക് ഇഷ്ടമില്ല, ഇനിയിപ്പോൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയണം, മാടന്നൂർ കുറേ മുമ്പ് ഷെയ്ഖുനാ ശംസുൽ ഉലമ ഉറൂസിന് വന്നു. ഉറൂസിന് വന്നപ്പോൾ അവിടുത്തെ ആ ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ ചെറിയ ഒരു സ്റ്റേജാണുള്ളത്. ചെറിയ സ്റ്റേജിൽ തന്നെ മൂപ്പർക്ക് ഇരിക്കാനുള്ള ഒരു കസാല മാത്രം. അത് അന്ന് സ്റ്റേജ് കെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ മൂപ്പര് ഇരിക്കണ ആ സ്റ്റേജിൽ വേറെ ആരും ഇരിക്കണ്ടെന്നുള്ള നിൽക്കാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചെറിയ സ്റ്റേജാണുള്ളത് എന്ന് പറഞ്ഞു അയാൾ. ആ സ്റ്റേജിൽ അവിടെ മൂപ്പര് ഇരുന്ന് പ്രസംഗിക്കുകയാണ്. ഒരു ആയത്ത് ഓതി ആ ആയത്തിനെ വ്യാഖ്യാനിച്ചു. അതിൻ്റെ ഉടനെ തന്നെ ഒരു ഹദീസും പറഞ്ഞതിനിടയിൽ മൂപ്പര് എണീച്ചു എന്ന് പറഞ്ഞു. എണീച്ചെന്നപ്പോൾ മൈക്ക തന്നെത്താലെ ഇങ്ങനെ പൊന്തി മൂപ്പര് എടുത്തിട്ട് ആ മൈക്കൻ്റെ ഓപ്പറേറ്റർ ഓടി വന്നു എന്ന് പറഞ്ഞു പൊന്തിക്കാൻ വേണ്ടി, അതിനെ ശരിയാക്കാൻ വേണ്ടി. ഈ വരണ്ടോ എന്ന് പറഞ്ഞു മൂപ്പര്. ഇത് ഞാൻ കണ്ടതായ അയാളൊപ്പം 2-3 ആളുകളുണ്ട്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പറയാൻ പേടിയായിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ വയസ്സന്മാരാണ്, അവർക്ക് പറയാൻ വല്ലാത്തൊരു ബേജാറ്, എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളത്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് അബ്ദുൾ റസാഖിനെ പട്ടിക്കാട് നിന്ന് പുറത്താക്കുമ്പോൾ ഞങ്ങളൊക്കെ നേരിട്ട് കാണില്ലേ, നിന്റെ ഹൃദയത്തിലടാ ഒരു അണുമണി തൂക്കി ഈമാനില്ലാന്നല്ലേ പറഞ്ഞിട്ടല്ലേ അവനാണ് ഇവിടെ നാട്ടുന്നത്. കോളേജ് കമ്മിറ്റിയുടെ ആൾക്കാരും അന്നത്തെ ഉസ്താദന്മാരൊക്കെ എന്താ പറഞ്ഞത്, ഇവൻ നല്ല കുട്ടിയാണ്, പക്ഷെ ഇവിടെ നിർത്തണം എന്നാ പറഞ്ഞത്. മൂപ്പര് പറഞ്ഞു, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൂലാറില്ല. പുറത്താക്കി 10 ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിന്റെ മുന്നിൽ വന്ന് അവൻ ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കണം ഈ അബ്ദുൾ റസാഖ്. അപ്പൊ അത്ഭുതങ്ങൾ അവർക്കൊക്കെ പല കറാമത്തുകളും അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കറാമത്തിൽ കൂടിയല്ല നമ്മൾ അവരെ പരിചയപ്പെടുത്തുന്നത്. അവരിലുള്ളതായ വിശുദ്ധമാവുന്ന ആ ശരീഅത്തിന്റെ മുഖ്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നവർ, സർവ്വസമയത്തും അവർ ദാക്കിര്യങ്ങളായിരുന്നു. അങ്ങനത്തെ മഹത്തുക്കളാണ് ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നും ഈ പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളാരുമില്ല, അവരാണ്. നമ്മളൊക്കെ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു രൂപങ്ങളിൽ മാത്രമുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിന്റെ നിയന്ത്രണം ആ മഹാന്മാർക്കുള്ളതായ കയ്യിലാണ്. അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ പ്രസ്ഥാനം, ഇത് പൂർണ്ണമായും ഇത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിന്റെ ഗുണമാണ് ഈ 90ഓളം വരുന്ന വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ സംഘടനയെ സംബന്ധിച്ച് തീവ്രവാദ സംഘടന എന്നോ അല്ലെങ്കിൽ ഭീകരവാദ സംഘടന എന്നോ അല്ലെങ്കിൽ വർഗീയത വളർത്തുന്ന സംഘടന എന്നോ ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോക്ക്, ഇവിടെ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി അവരെ ഏറ്റവും അധികം എടുത്തു പിടിച്ചിരുന്ന രാഷ്ട്രമാണ് സൗദി അറേബ്യ. അപ്പൊ അവരെ പറ്റി പ്രഖ്യാപിച്ചത് എന്താ? സൗദി അറേബ്യ അത് ഭീകര സംഘടനയാണെന്നാ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ അതുപോലത്തെ സർവ്വവിധ ഈ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇങ്ങനത്തെ പ്രസ്താവനകളൊക്കെ ഇവിടെ നടക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും നിലക്കുള്ള ഒരു ആക്ഷേപം ഈ 100ഓളം വർഷം ഇവിടെ തികയാൻ പോവാണ്. അതിനിടയിലുള്ള പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഇതൊരു വിശുദ്ധമായ സംഘടനയാണ്. ഇതിവിടെ മറ്റുള്ള മതങ്ങളുമായി ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഇവിടെ ചിന്തറത വളർത്താനോ അല്ലെങ്കിൽ ഇവിടെ അക്രമം സൃഷ്ടിക്കാനോ ഒന്നുമല്ല ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സമാധാനം, സ്നേഹം, അതൊക്കെ ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അനുസരിച്ച് ഈ രാജ്യത്തിനോട് പൂർണ്ണമായും പുലർത്തിക്കൊണ്ടിട്ട് ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി നിലകൊള്ളുക, അതോടൊപ്പം വിശുദ്ധമാവുന്നതായ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്നതായ മഹത്താവുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
ഇതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇന്നും അതിനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഇടയിലും ഇവിടുത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഒക്കെ ഈ സംഘടനയ്ക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഏത് കാലത്തും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ, പള്ളി ഇപ്പം കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം SKSFന്റെ വലിയൊരു പരിപാടി എടുക്കുകയാണ് നിലമ്പൂർ വെച്ചിട്ട്. അന്ന് പിന്നെ എന്തോ ആരോ ഒരു കേന്ദ്രത്തിലുള്ള ഒരു മന്ത്രിയോ ആരോ കേരളത്തിൽ വരുന്നുണ്ട്. അന്ന് മറ്റുള്ള ഒരു സ്ഥലത്തും ആർക്കും എന്തായാലും അനുമതി കൊടുത്തില്ല. SKSFാരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നടത്തിക്കൊള്ളിക്കുന്ന കുഴപ്പക്കാരല്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള മതിപ്പ്, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള മതിപ്പ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അവർ അംഗീകരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അവർ അംഗീകരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അവർ പ്രശംസിക്കണം. എന്താ കാരണം? ഈ രാജ്യത്തിന്റെ നന്മക്ക് ഒരു നിലക്കും കോട്ടം വരുത്താത്ത നിലക്ക് ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കലോടുകൂടെ വിശുദ്ധമാവുന്ന ദീന്റെ സംരക്ഷണവും മാത്രമേ നമ്മൾ ലക്ഷ്യമുള്ളൂ. അന്നൽക്ക് പ്രവർത്തിക്കുന്നതായ ഈ വിശുദ്ധമായ സംഘടന അത് ഈ കർണാടകയിലൊക്കെ ഈ സ്ഥലത്ത് ഇവിടെ ഇത്രമാത്രം കാലങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയൊക്കെ എപ്പോഴും കർണാടകക്കാരെ പറ്റി വളരെ സന്തോഷം പറയുന്ന ആളാണ്. എപ്പോഴും പറയുന്നുണ്ട് കർണാടകക്കാരെ പറ്റി നല്ല സന്തോഷം എപ്പോഴും പറയുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് മാനസികമായി അടുത്ത് നിൽക്കണേ, ബഹുമാനപ്പെട്ടവരെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ടവരെ ബഹുമാനിച്ച് ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ച് നിൽക്കുന്നതായ ഈ നാട്ടുകാരൊക്കെ എന്നോ ഇതുപോലുള്ളതായ സമ്മേളനങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി പകരാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എന്നോ മുതിരേണ്ടതായിരുന്നു. ഈ നാടിലൊക്കെ അത് ഉണ്ടായില്ല, ഇതുവരെ താമസിച്ചു പോയി എന്നുള്ളത് വല്ലാത്തതായ ഒരു സംഘടന ഉണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വളരെ വൈകിയാണെങ്കിലും ഈ പ്രദേശങ്ങളിലൊക്കെ ഉൾക്കൊണ്ടല്ലോ എന്നതിൽ സന്തോഷിക്കുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ധാരാളം കാഴ്ചവെക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇസ്സത്തും അതിൻ്റെ അഭിമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഉയരത്തിൽ നിന്ന് ഉയർത്താനൊക്കെ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.